ഈ ഒരു കാഴ്ചയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഇതിന് മുമ്പേയും ഈ ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പം ഇസ്രായേൽ മക്കൾ സ്വർണ്ണ കാളക്കുട്ടിയെ വെച്ച് ആരാധിച്ച സ്ഥലം നമ്മളിതിന് മുമ്പേ ഈ വീഡിയോ ഇട്ടു. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മുടെ ടിനുവിനെയും അതുപോലെ തന്നെ നമ്മുടെ ഷൈജുവിനെയും ഒക്കെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഇതാണ് അന്ന് അവർ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇതിൻ്റെ മുകളിൽ വെച്ചാണ് ആരാധിച്ചതെന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അതുപോലെ തന്നെ തൊട്ടടുത്താണ് ഇസ്രായേലിയരുടെ യാഗപീഠമുണ്ട്, അവിടെ നമുക്ക് പോകണം. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ഇവിടെ ലോക്കാണ്, നമുക്ക് നോക്കാം ഇതിൻ്റെ ചുറ്റോട് നടന്നൊന്ന് ഇത് നമുക്ക് കാണാം. അപ്പം നമ്മുടെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മളിതിനുള്ളിൽ കയറി അവരുടേതായിട്ടുള്ള കുറച്ച് ചിഹ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇവിടെ ഇതിൽ ഈ പാറയിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ കൂടെ നമുക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യാം. നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി ഈ ബാക്കി കാഴ്ചയും കൂടെ കാണാം. ഇതാണ് നമ്മുടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ച് ആരാധിച്ചെന്ന് പറഞ്ഞ സ്ഥലം. അപ്പം അതിനുള്ളിലുള്ള കുറച്ച് കാഴ്ചകളാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു പാറയിലൊക്കെ അവരുടെ ലിപികളിൽ ഓരോന്നൊക്കെ എഴുതി കുറച്ച് ചിത്രങ്ങളുമൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ അത് നമുക്ക് ഒന്ന് നടന്ന് നോക്കാം. ഇതാ ഈ ഒരു സൈഡിൽ വരുമ്പം കണ്ടോ, ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ കുറച്ച് പടങ്ങളും എന്തൊക്കെയോ അവരുടെ ലിപികളിലൊക്കെ എഴുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് കാളക്കുട്ടിയെ വെച്ച് ആരാധിച്ചെന്നാണ് നമുക്കറിയാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ ചുറ്റും നമുക്ക് ഒന്ന് നടന്ന് കാണാം. ഇത് ഫെൻസിങ് ഒക്കെ ഇട്ട് സുരക്ഷിതമായിട്ട് വെച്ചേക്കാണ്. ഇവിടെ വേണ്ട വീണ്ടും കാളക്കുട്ടിയുടെ പടവും ഒക്കെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും, ഇതിൻ്റെ മുകളിലും ഒക്കെ. അപ്പോൾ ഒരു സ്ഥലം നമുക്കിവിടെ ഇതാണ് കാണാൻ പറ്റുന്നത്. അപ്പം ബൈബിളിൽ നമ്മളിതൊക്കെ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നേരിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ബൈബിളിലെ ഈ കാര്യങ്ങൾ ഒക്കെ നടന്ന സ്ഥലം, ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ പർവ്വതമുള്ളത്. നമുക്ക് അവിടെയും പോയി അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പം ഇതാണ് നമ്മുടെ ഗോൾഡൻ കാൾഫ്. വേണ്ടേ ഈ സൈഡൊക്കെ ഇതുപോലെ തന്നെ. ഈ ഒരു പ്രദേശം മുഴുവൻ ഇതിൻ്റെ അടുത്തു നിന്നാണ് മോശ 10 കൽപ്പനകൾ കൊണ്ട് ഇറങ്ങി വന്ന പർവ്വതങ്ങൾ. വേണ്ട അതാണ് ആ കാണുന്നതാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവരിവിടെ ഈ കാളക്കുട്ടിയൊക്കെ വെച്ച് ആരാധിച്ചത്. അങ്ങനെ ആ ഒരു പ്രദേശത്തിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പാറകളൊക്കെ കടന്നങ്ങനെ പോയാൽ ഇതിനപ്പുറം ഇസ്രയേലാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഈ ചരിത്രങ്ങൾ വിളിച്ചോതുന്ന സത്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് സൗദി അറേബ്യയിലുള്ളത്. അപ്പോൾ സൗദി അറേബ്യയിലെ ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാം. ഇതിന് തൊട്ട് പിന്നാലെ നമ്മൾ യാഗപീഠം, ഇവരുടെ യാഗപീഠം 12 ഗോത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന 12 കല്ലൊക്കെയുള്ള ആ ഒരു പ്രദേശത്ത് നമുക്കിപ്പം പോയി ബാക്കി കാഴ്ചകളിലൂടെ കാണാം.